ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ലത്തിമ്പള്ളിയിൽ വെള്ളിയാഴ്ച 7 മണിത്തെ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ പുത്തമ്പള്ളിയിലാണ് 7:30 പോവാറ്. അന്ന് എനിക്ക് വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് 7 മണിക്ക് ലത്തിമ്പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ടാട്ടോ. അപ്പോൾ രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അന്നായ്മ പള്ളിയാണ് കാണുന്നത്. അവിടെ ജൂലൈ 27 ഊട്ടിത്തിരുന്നാളാണ്. അതിൻ്റെ ലൈറ്റുകളൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെ വീടെത്തിയപ്പോൾ എപ്പോഴും ഞങ്ങൾ വീട്ടിലെത്തി ഒന്നെങ്കിൽ പുറത്ത് അപ്പച്ചൻ നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ വാതിൽ തുറക്കുമ്പോൾ അകത്ത് സെറ്റിയും ഇരിക്കാറുണ്ട്. ഇപ്പോൾ അപ്പച്ചൻ മരിച്ചിട്ട് 10-12 ദിവസമായി. അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അപ്പോൾ അവിടെ അമ്മേരെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നു. വർത്തമാനം പറയുമ്പോൾ എല്ലാത്തിൻ്റെ ഇടയിൽ അപ്പച്ചൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാറുള്ളതാണ്. ഇപ്പോൾ അതൊന്നും ഇല്ല, ആൾ പോയില്ലേ. അങ്ങനെ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 11 അപ്പോൾ അതിന് കുർബാനയ്ക്ക് പോകാൻ 6 മണിക്കാണ് കേട്ടോ കുർബാന. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. കാരണം ആങ്ങളെ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, അതുപോലെ പിള്ളേരൊന്നും ഡ്രസ്സ് മാറിയിട്ടില്ല. അപ്പോൾ അത് കാരണം അവരെ കാത്തിരുന്ന് അങ്ങനെ ഞങ്ങൾ കപ്പിൽ പള്ളിയിൽ കുർബാനയ്ക്ക് എത്തിയിട്ടാണ്. 6 മണിത്തെ കുർബാനയ്ക്ക് അവിടെ എത്തി. ഇതാണ് കപ്പൽ പള്ളി കേട്ടോ. കുർബാനയൊക്കെ കണ്ടു ഞങ്ങൾ കേട്ടോ. പക്ഷേ ഈ കപ്പിൽ പള്ളിയുടെ സിംസ്തേരി എന്ന് പറയുന്നത് പള്ളിയുടെ അടിവശത്ത് ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ കൂടെയാണ് ഒരു വഴി, അത് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് സിംസ്തേരി കേട്ടോ. അപ്പോൾ ശരിക്കും നോക്കുമ്പോൾ ആൾക്കാരുടെ അടിവശമായിട്ടാണ് ഈ സിംസ്തേരി വരുന്നത്. കണ്ടോ, അധികം വലിപ്പമൊന്നുമില്ല, ചെറിയതാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പള്ളിക്ക് വേറൊരു പള്ളിയും കൂടി പണിയുന്നുണ്ട്. അതായത് കപ്പൽ പള്ളി ഒരു തീർത്ഥാടനമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ബാക്കിൽ ഒരു പുതിയ പള്ളി പണിയുന്നുണ്ട്. അപ്പോൾ അവിടെ വേറെ സിംസ്തേരി വരുമെന്നാണ് പറയണത്. കാരണം ഈ സിംസ്തേരിയിൽ എല്ലാവരും കൊള്ളില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുമ്പോഴേക്കും മാറ്റുമെന്നാണ് പറയണത്. കാരണം സിംസ്തേരി ചെറുതായത് കൊണ്ടിട്ടാണ്. ചുമരുമ്മയാണിത്, ഒരു അറ പോലെയാണ് ഇത് ഉണ്ടാക്കി വെച്ചോണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒപ്പീസ് ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പള്ളിയുടെ അകത്ത് നിന്നാണ് അച്ഛൻ ഒപ്പീസ് ചെല്ലുക. അപ്പോൾ നമ്മളെല്ലാവരും താഴെ ഇവിടേക്ക് വന്നിട്ട് നമ്മളവിടെ നിൽക്കുക, സിംസ്തേരിയിൽ അവിടെ ഇങ്ങനെ അവരവരുടെ സ്ഥാനത്ത് നിൽക്കുക. അപ്പോൾ അച്ഛൻ ഒപ്പീസിൻ്റെ പകുതി സമയത്ത് ഇറങ്ങി വന്നിട്ട് എല്ലായിടത്തും വെള്ളം തെളിച്ചിങ്ങനെ പോവും. അന്നദ വെള്ളമല്ലേ, അത് തെളിച്ച് പോവും. പക്ഷെ മുകളിൽ സ്വർണ്ണസിൻ്റെ, അതായത് ആൾത്താരം നിന്ന് ചെല്ലുമ്പോൾ കറക്റ്റ് അതിൻ്റെ അടിയിലായിക്കൊണ്ട് സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കാറിൽ കയറിയിരുന്നു. അപ്പോൾ നല്ല മഴ. അപ്പം ഇങ്ങനെ അതായത് ഹസ്ബൻഡും പിള്ളേരും വരണമെന്ന് നോക്കിയിരുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാലത്ത് ദോശ, അതുപോലെ ചായ വയ്ക്കലും, പിന്നെ ഇഷ്ടമുണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് അത് വയ്ക്കലും, അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആദ്യം അത് വേഗം എല്ലാവരും കഴിച്ച് പിന്നെ കുറച്ച് നേരം കൂടി വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കാമെന്ന് വെച്ച് ഉച്ചയ്ക്ക് സാമ്പാർ വെച്ച് കോളിഫ്ലവറിൻ്റെ കറിയൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്കുള്ള ചോറ്. അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് പിള്ളേർ ഞങ്ങളുടെ പഴയ കല്യാണ ആൽബമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വെച്ചിരിക്കുകയാണ്. ചേച്ചിയുടെയും എൻ്റെയൊക്കെ കല്യാണ ആൽബം. അപ്പോൾ ഇത്രയുള്ള വിശേഷം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.